ഈ മ്യൂസിക് എന്ന് പറയുന്ന സാധനം യു ഹാവിൻറ്റ് ആക്ച്വലി ലേൺഡ് മ്യൂസിക് ഒന്നുമില്ല, പക്ഷെ അത് ഉള്ളിലുണ്ടായിരുന്നു എന്ന് അല്ലേ? അതിന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു AR റഹ്മാൻ സ്കൂൾ ഓഫ് ബർക്ക്ലിയിലാണ് ഞാൻ പഠിച്ചതെന്നാണ് സാധാരണ ആരും ചോദിക്കുവാണെങ്കിൽ പറയാറ്. ഞാൻ റഹ്മാന്റെ സോങ്സ് ഭയങ്കര റിലീജിയസ് ആയിട്ട് കേൾക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ നമ്മളിപ്പം കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് അതുപോലത്തെ ഒരു മെഡിറ്റേറ്റീവ് സ്പേസിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ട് കേട്ട് നമ്മളിങ്ങനെ മറ്റേ ആനന്ദ ശൈലിയിരിക്കാന്നൊക്കെ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് മറ്റേ പൊടിമണ്ണൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബാത്റൂം റോക്ക് സ്റ്റാർസ് എന്നാണ് നമ്മളെ തന്നെ അന്നേരം നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. വെച്ചാൽ ഞാനും ഒരു ബാത്റൂം സിംഗറാണ്. വെച്ചാൽ റഹ്മാൻ്റെ പാട്ട് പാടി ബാത്റൂമിൽ നിന്ന് പാടി തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടോ പോകും. അപ്പം ഇത് കൊള്ളാലോ, ഇത് ഞാൻ റഹ്മാന്റെ പാട്ട് പോലെയല്ല, പക്ഷെ അവിടുന്ന് ഞാൻ പാടി തുടങ്ങിയിട്ട് വേറെ എങ്ങോട്ടോ എത്തുന്നു. അപ്പം ആ കൊള്ളാലോ, ആ ഒരു ഫീലിംഗ് അല്ല നമ്മളിപ്പം വേറെന്തൊക്കെയോ പാടി വേറെന്തോ സാധനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം ഒരു രസമാണ്. പിന്നെ അന്നേരം നമുക്കൊരു ഫാനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ നേരെ സൈഡിലുള്ള. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഈ ചേച്ചി അവിടെ വീട്ടിൻ്റെ സൈഡിൽ വന്നിരിക്കും. അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്, ഞാൻ പാടുന്ന കേൾക്കാനായിട്ട് ഒരാൾ ആദ്യമായിട്ട് വരുന്നൊരു ഓഡിയൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഓർമ്മ.